എൻ്റെ കൂടെ വരുന്ന എല്ലാവരെയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണേ. അവർ ആക്ച്വലി ഒരു ഇൻഡോ ഇറ്റാലിയൻ കപ്പിൾസാണ്. അവർ പുതിയൊരു വീട് വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ട് ഞങ്ങളെ വിളിക്കുന്നു. പോകാനുള്ള സമയം അങ്ങ് ഒത്തു വന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. വീടൊക്കെ കണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് പുറത്ത് പോയേക്കാം, അവിടെ അടുത്ത് നല്ലൊരു തോടും പരിസര പ്രദേശങ്ങളും പിന്നെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയതാട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് നടന്നോട്ടോ ആ തൂക്കുപാലം. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഈ തോട്ടിലെ വെള്ളം കണ്ടോ, നല്ല പച്ച കളറാണ്. കുറച്ച് സന്ധ്യയായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നേ പിന്നെ ഇങ്ങനൊരു തൂക്കുപാലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. ആക്ച്വലി ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇവന്മാരിത്തെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് ഓട്ടവും ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിട്ട് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അങ്ങേ സൈഡിൽ നിൽക്കുവാണേ. പിന്നെ ഇവന്മാരെല്ലാം കൂടെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയാണ് ചേച്ചി ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് എത്തിയത്. എന്നായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. കുറച്ച് നടക്കാനും പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഈ കല്ല് ഉന്തി മുകളിൽ മലയുടെ മുകളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇടുന്നത്, എന്നിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര്. ആ കഥയിലെ വ്യക്തികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവന്മാർ താഴ്ത്തുന്ന കല്ലെല്ലാം പറക്കി പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ താഴത്തേക്ക് ഇടും. എന്നിട്ട് അത് കണ്ട് ചിരിച്ചിട്ട് വീണ്ടും കല്ലെടുത്തുകൊണ്ട് പോകും. ഇതായിരുന്നു ഇന്നത്തെ പരിപാടി കേട്ടോ. ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല ഗ്രീനറിയാണ് കേട്ടോ. ചെറിയ ചെറിയ ഇടവഴികളും ഒക്കെ ആയിട്ട് നല്ല രസം അതിലേക്ക് നടക്കാൻ. നല്ല കാറ്റൊക്കെ ആയിട്ട് ഈ ചൂടുകാലത്ത് ഇങ്ങനെ ചെറിയൊരു നടപ്പൊക്കെ നല്ല രസമാണേ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് എന്നും ഒരു ഭംഗി കൂടുതലാണല്ലേ. എന്തായാലും വഴിയരികിൽ കുറച്ച് നല്ല പഴങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പറിച്ചും കണ്ടും കേട്ടും ഒക്കെ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാവേ.